മോർണിംഗ് സെഷൻ ജൂൺ 4. ഈ റെസിസ്റ്റൻസ് ലൈനിൽ അവിടെ വരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ കറണ്ട് ക്യാൻഡിൽ ഫുൾ ഗ്രീൻ ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് ഒരു സെല്ല് നടത്താം. സെല്ല് ചെയ്തു, വേറൊന്നുമില്ല. ഓൾറെഡി ഇവിടെ ഉള്ളൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഒരു നെക്സ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ആയതിനു ശേഷം ഒരു ഡൗൺ സൈഡിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ എൻ്റർ ചെയ്തത്. കറക്റ്റ് എൻട്രി ആയിരുന്നു. ആ ക്യാൻഡിലിൻ്റെ ടോപ്പ് സൈഡിൽ തന്നെ എൻ്റർ ചെയ്യാൻ പറ്റി, സെല്ല് ചെയ്യാൻ പറ്റി. പിന്നൊരു പ്രോബ്ലം ഉള്ളത്, നമ്മൾ രണ്ടാമത് വരച്ചേക്കുന്ന ഈ മേളിലത്തെ ഈ ഗ്രീൻ റെസിസ്റ്റൻസ് ലൈനിലെ ആക്ച്വലി അവിടം വരെ വന്നേച്ചെങ്കിൽ കുറച്ചുകൂടി ഷുവർ ഷോട്ടായിരുന്നു. ഇപ്പോൾ ഇത് ഷുവർ ഷോട്ടാണെന്ന് പറയാൻ പറ്റില്ല, 50-50 എന്ന് പറയാൻ പറ്റുള്ളൂ ഈ എൻട്രി. ചിലപ്പോൾ പ്രോഫിറ്റ് ആവും, ചിലപ്പോൾ ലോസ് ആവും. അപ്പോൾ പ്രോഫിറ്റ് ആവോ ലോസ് ആവുമെന്ന് നോക്കിക്കൊണ്ടിരിക്കണ്ട. ആക്ച്വലി അതങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന അവസാന നിമിഷം നമ്മൾ പ്രോഫിറ്റ് പ്രതീക്ഷിച്ച് ലോസിലോട്ട് പോയി കഴിഞ്ഞാൽ മൈൻഡിൽ റിവഞ്ചൊക്കെ ആക്റ്റീവ് ആവും. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ട് ജസ്റ്റ് ക്യാഷ്വൽ ട്രേഡായിട്ട് എടുത്താൽ മതി. ഓക്കെ, ഒരു പ്രോഫിറ്റായി. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തായിരുന്നു. ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. അവിടെ വരെ വീണ്ടും ഗ്രീൻ ക്യാൻഡിൽ ആ ഗ്രാഫ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെല്ല് നടത്താം. ടൈമുണ്ട്. മുകൾ വരെ വന്നു, ഇവിടെ വരെ വന്നിട്ട് കാര്യമില്ല. സെല്ല് നടത്തി. ഇനിയിപ്പോൾ ചെയ്യാവുന്നത് വെയിറ്റ് ചെയ്യുക. കറൻ്റ്ലി വരച്ചേക്കുന്ന റെസിസ്റ്റൻസ് ലൈനിലെ അത് ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ക്യാൻഡിലും കൂടി ഗ്രീൻ ആയി കഴിഞ്ഞാൽ അതിന് ശേഷം സെല്ല് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ. വെയിറ്റ് ചെയ്ത് നോക്കാം. ഫോക്കസ് ചെയ്യുക എപ്പോഴും. ട്രേഡിങ് സെഷൻ തുടങ്ങിയിട്ട് 5 മിനിറ്റായി. നമ്മൾ 15 മിനിറ്റിൻ്റെ ഒരു സെഷനാണ് ചെയ്യാറ്. ഇപ്പോഴത്തെ എൻട്രി അത്ര ഓക്കെ ആയിട്ടുള്ള എൻട്രി അല്ല. എന്നുവെച്ചാൽ ഓക്കെ, അതായത് എനിക്ക് അബദ്ധം പറ്റിയതാണ്. അതായത് ആ റെസിസ്റ്റൻസ് ലൈനിൻ്റെ അവിടെ വെച്ച് ഞാൻ 2 സെല്ല് അടിച്ചില്ല. അതടിക്കാതെ ഈ ക്യാനിൽ തീരുന്ന ഈ സമയത്ത്, അതായത് ഇപ്പോഴത്തെ കറണ്ട് ക്യാനിൽ ഇവിടെ തീരുന്നുള്ളൂ. ഇപ്പോൾ ആണ് സെല്ല് അടിക്കേണ്ടത് ആക്ച്വലി. അത് നമുക്ക് പറയാൻ പറ്റില്ല പ്രോഫിറ്റ് ആവോ ലോസ് ആവോ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഓൾറെഡി എടുത്തു ഈ സമയം. നോക്കാം. അപ്പോൾ ഈ എൻട്രി എന്ന് പറയുന്നത് ഇത്തിരി റിസ്കി എൻട്രിയാണ്. എന്നുവെച്ചാൽ ഓൾറെഡി ഇപ്പോൾ നമ്മൾ 5-2-7, 2-9, 8-9 ട്രേഡായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലോസ് വന്നു കഴിഞ്ഞ് ഈ പെയർ മാറ്റില്ലെങ്കിൽ റിവഞ്ചിലോട്ട് മൈൻഡ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ഓൾറെഡി മൈൻഡിൽ റിവഞ്ച് ആക്റ്റീവായി. അതാണ് ഇത്രയും ട്രേഡ് കൂടെ എടുത്തേക്കുന്നത്. ഓക്കെ, വീണ്ടും എടുത്തത് എത്ര 10 ട്രേഡ് വീണ്ടും കൂടി എടുത്തു. ഓക്കെ,
ഓവർ ട്രേഡിംഗ് ആണ്. നമ്മൾ 5:21 നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. Seems like I'm chasing a pair. 15 95 5 15. ഓക്കെ, ഇവിടെ പ്രോഫിറ്റായി. കുറച്ച് റിസ്കി എൻട്രി തന്നെയായിരുന്നു. 1 2 3 4 ട്രേഡ് ഇപ്പോൾ ഫണ്ട് റിട്ടേണാണ്. കണ്ടോ, അത് കൂടി പ്രോഫിറ്റ് അയച്ചെങ്കിൽ നമ്മൾ ലോസായത് ഫുള്ള് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയാണ്. ഒരു സിംഗിൾ ട്രേഡ് എടുത്തിട്ടുള്ളൂ, എന്ന് വെച്ചാൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി. ലോട്ട് സൈസ് കുറച്ച് നേരമായിട്ട് ഇത്തിരി കൂടുതലായി പേ ചെയ്തത്. നമുക്ക് കുറച്ച് നേരത്തെ ലോസ് വന്നുകൊണ്ടിരുന്ന വെച്ചാൽ അതാണ് നമ്മൾ രണ്ടാമത് മാർക്ക് ചെയ്ത ഈ റെസിസ്റ്റൻസിൽ വന്നിട്ട് തിരിച്ച് വന്നത്. കുറച്ച് വെയിറ്റ് ചെയ്ത് ട്രേഡ് എടുത്തിരുന്നെങ്കിൽ പ്രോഫിറ്റ് ആയാലേ. ഓൾറെഡി ഈ മോർണിംഗ് സെഷനിൽ മൈൻഡ് ഭയങ്കര പ്രശ്നമാണ്. വെച്ചാൽ മൈൻഡ് രാവിലെ എഴുന്നേറ്റ് ഒന്ന് സെറ്റായി വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചാണ് ഈ സെഷൻ ചെയ്യേണ്ടത്. ഇത്തിരി ഹറിബറി ആയിപ്പോയി, അതാണ് കുറച്ച് അങ്ങനെ ലോസ് വന്ന് പോയത്. എനിവേ നമുക്കിങ്ങനെ വേറെ നോക്കാം. ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് എവിടെയാണ് എന്താണെന്ന് അറിയാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഭാഗത്ത് റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അത് കുറേ ദൂരെ. ഇവിടെ ട്രെൻഡ് ലൈൻ കണ്ടോ, ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ താഴേക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത് 2 എൻട്രി എടുത്ത് നോക്കാം.
പ്രോഫിറ്റായി. പിന്നെ ആക്ച്വലി ഇത് കണ്ടു, ഇതിവിടെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരും. ഇത് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ താഴേക്ക് വരേണ്ടതാണ്. വേണമെങ്കിൽ എൻട്രി നടത്തായിരുന്നു, പക്ഷേ ഞാൻ ഓൾറെഡി അതിൽ പ്രോഫിറ്റ് ആയില്ല, അപ്പോൾ അതുകൊണ്ടാണ് എൻട്രി ചെയ്യാൻ കേട്ടോ. പക്ഷെ മേലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്, ചിലപ്പോൾ ഒരു ഫേക്ക് ക്യാനൽ വരാം. ഓക്കെ, അടുത്ത് നോക്കാം. ഇവിടെ നമുക്ക് സപ്പോർട്ട് ഇവിടെ ഈ ഭാഗത്ത് റെസിസ്റ്റൻസിൽ വീണ്ടും വന്ന് നമുക്ക് സെല് ചെയ്യാം. സ്ലോ ഡൗൺ ചെയ്യുക, ഹറി ബറി അല്ലാതെ ട്രേഡ് ചെയ്യുക. ഇവിടേക്ക് എന്താ ചെയ്യാൻ പറ്റുന്നു? ഇവിടെ വേണമെങ്കിൽ ചുമ്മാ ഒരു ബൈ ഇടായിരുന്നു. പക്ഷേ ഓൾറെഡി നേരത്തെ ഒരു ബൈയും കാണിച്ചാണല്ലോ, ചാൻസ് ഉണ്ട് ചിലപ്പോൾ. പക്ഷേ ലോങ് ടൈം നോക്കുമ്പോൾ ഡൗൺ ട്രെൻഡാണ്, ഇപ്പോൾ റിസ്കി. അല്ലേ, ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് വെച്ചത് ഇത് ഗുഡ് ട്രേഡായിരുന്നു നേരത്തെ എടുത്ത് വെച്ചെങ്കിൽ. ഫോക്കസ് ഫുള്ളായിട്ടില്ല, ഹാഫ് ഫോക്കസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ ഞാനെടുത്തു, നമുക്ക് നോക്കാം. പക്ഷേ വേറെ ഒന്നുമല്ല, ഒരു ഇൻവേർട്ട് ഹാമർ വന്നുകൊണ്ട് എടുത്തത്. റിസ്ക്കിയാണ്, ചിലപ്പോൾ കിട്ടും. പിന്നെ ഇത് ലാസ്റ്റ് ട്രേഡാണ് ഈ സെഷനിൽ. ഓൾറെഡി 15 മിനിറ്റ് തീർന്നു. ഇത് വിൻ ഓർ പ്രോഫിറ്റ്, വി ആർ സ്റ്റോപ്പിംഗ് ദിസ് സെഷൻ. അടുത്ത സെഷൻ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ചെയ്യാം. പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു ടൈമർ അവിടെ വെച്ചിട്ടുണ്ട്. ടൈം തീർന്നപ്പോൾ എല്ലാവരും അടിച്ചതാണ്. ഓക്കെ, ലാസ്റ്റ് ട്രേഡ് പ്രോഫിറ്റായി. അപ്പോൾ നമ്മൾ 521 നിന്നാണ് തുടങ്ങിയത്, ബാക്ക് ടു 570 തിരിച്ചെത്തി. ലിറ്റിൽ മെസ്സി ട്രേഡ്, കുറച്ച് ശ്രദ്ധ കുറവായിരുന്നു. ആദ്യം തന്നെ കുറച്ച് ലോസ് ഒന്നുമില്ലേ, അവിടെ കുറച്ചുകൂടി അത് വെയിറ്റ് ചെയ്ത് വെച്ചെങ്കിൽ, അതായത് എനിക്ക് തോന്നുന്നു ഇല്ലല്ല ഇവിടെയാണോ ഈ ഫസ്റ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. അടുത്ത റെസിസ്റ്റൻസ് ഓൾറെഡി എവിടെയാണെന്ന് അറിയാം. അപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്ത് ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ ആക്ച്വലി ആ ഒരു ബിഗ് ലോസ് അവിടെ വന്നത് ഒഴിവാക്കാമായിരുന്നു. ഓക്കെ, ഭയങ്കര ഹെവി ലോസ് അല്ല, എന്നാലും ഒരു 10-15 ട്രേഡൊക്കെ അവിടെ എടുത്തു. 15-20 ട്രേഡ്. ഓക്കെ, എന്തായാലും അടുത്ത സെഷനിൽ കാണാം.